രാമചന്ദ്രൻ കടപ്പള്ളി 18-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് നിർവഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളുടെ യോഗം സംഘടിപ്പിച്ചത്. ജനതയെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവതരിപ്പിക്കണമെന്ന് പ്രവാസങ്ങളായിട്ട് ഇന്ത്യയെ വായിച്ചു. 18-ാം തീയതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നെയ് വിദേശത്തേക്ക് കൂടി എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മുടെ നേരത്തെ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ആരംഭ ഘട്ടത്തിൽ കണ്ണൂരിൽ മാത്രമാണ് നമ്മുടെ പാല് വിപണനം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 5ഓളം ജില്ലകളിൽ നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഇനിയും വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ മറ്റ് ജില്ലകളിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് നമ്മൾ ഇതിൻ്റെ പാലുൽപ്പന്നങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ വിപണനം തേടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നെയ്യ് എന്ന് പറയുന്നത് സമീപ പ്രദേശത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും നമ്മുടെ നെയ്യ് ഇപ്പോൾ അവർ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളിലും വിപണനം നടത്തുന്നുണ്ട്. വിദേശത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു പരിശോധന എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടത്തിയിട്ട് ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നെയ്യ് അവിടത്തേക്ക് വിപണനത്തിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ അംഗീകാരം നമുക്ക് നൽകിയിട്ടുണ്ട്. അടുത്ത അങ്ങോട്ട് ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് അടക്കം നമ്മൾ ഇതിൻ്റെ വിപണനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിച്ച് വരികയാണ്. മറ്റൊന്ന് നമ്മുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലിൻ്റെത് നമ്മൾ ഒരു 50-55 ഇപ്പോൾ ശരാശരി പാല് വിൽപ്പന നടത്തുന്നത്. അതിപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ സീസൺ എന്നുള്ള നിലയിൽ അതൊരു 75,000-ഓളം പാല് നമുക്ക് വിപണനം നടത്താൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മളൊരു കണക്കും. എന്നാൽ നമ്മുടെ ജനതാ പ്ലാന്റിന്റെ ഒരു വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. അതിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുന്ന ഒരു ഐസി മൂൺ എന്ന ബ്രാൻഡിൽ ജനതയുടെ ഐസ്ക്രീം പ്ലാന്റ് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിരുന്നു. അതിൻ്റെ ലോഞ്ചിങ് എല്ലാം നമ്മൾ നടത്തിയതാണ്. എന്നാൽ ജനതാ പ്ലാന്റിൽ തന്നെ ഇവിടെ ഏറ്റവും വലിയ ഉന്നീകൃതമായ നിലയിലേക്ക് ഐസി മൂണിൻ്റെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത്. ഓണത്തിൻ്റെ സമയത്ത് അത് വിപുലമായ നിലയിൽ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഈ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിൽ ജനതയുടെ നെയ്യ് വിദേശത്തേക്ക് എന്നുള്ള നിലയിലേക്കുള്ള ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തകർ എല്ലാവിധ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ ഘട്ടത്തിൽ വിവിധ ഉൽപ്പന്നങ്ങളെ പുറത്തിറക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ നമ്മളൊരു മാധ്യമങ്ങളെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നത് അത് ഈ ഒരു സംരംഭത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാവണം. ആ നിലയ്ക്ക് നല്ല തരത്തിലൊരു പ്രചരണം എന്ന ഭാഗത്തുണ്ടായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവണമെന്ന് നമ്മൾ